അവരും നമ്മളെ പോലെ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മൂപ്പര് ഗൾഫിൽ പോയതിനു ശേഷം അപ്പൊ വീടായി സൗകര്യമായി കുറെ സ്ഥലവും വാങ്ങിച്ചിട്ടുണ്ട് അത്രേ. മൂപ്പരെ കുറിച്ച് എനിക്കറിയാം, ഒരുപാട് കഷ്ടപ്പെട്ടതാ. പിന്നെ കഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ദൈവം ഫലം കൊടുക്കുമല്ലോ. നമ്മളും കഷ്ടപ്പെടുന്നില്ലേ, എന്നിട്ട് നമുക്ക് വലിയ ഫലമൊന്നും കിട്ടുന്നില്ലല്ലോ. അതൊന്നും അല്ല ഏട്ടാ, ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല, ഗൾഫിൽ പോയാലേ വല്ലതും നടക്കൂ. ഗൾഫിൽ പോയി എല്ലാവരും രക്ഷപ്പെട്ടുണ്ടോ? മൂപ്പര് അത് നല്ലൊരു കമ്പനിയിൽ കയറി, അതിനൊരു യോഗം വേണം. ഓ തുടങ്ങി, ഇങ്ങനെ പറഞ്ഞ ഇവിടെ ഇരിക്കേണ്ടാവുള്ളൂ ഏട്ടാ. ആ തറ കെട്ടിയിട്ട് എത്ര കൊല്ലമായി, വല്ലതും നടന്നാ? ഞാനേ വനജേഷനോട് പറഞ്ഞിട്ട് സുധേട്ടനോട് എങ്ങനെങ്കിലും ഒരു വിസ ഒപ്പിച്ചു തരാൻ പറയട്ടെ. ഏട്ടൻ ഗൾഫിൽ പോവോ? ഗൾഫിൽ പോവാനോ? എന്താ സന്ധ്യ നീ പറയുന്നത്? ഞാൻ ഈ ഓട്ടോ ഓടിച്ച് 1500-2000 ഉണ്ടാക്കുന്നില്ലേ? നമ്മുടെ ചെലവും കഴിഞ്ഞ് 3-4 കുറി അടിച്ചു പോകുന്നില്ലേ? ആ പൈസ കൊണ്ടല്ല സ്ഥലം മേടിച്ച് തറയിട്ടത്. ഈ മഴയൊന്ന് കഴിയട്ടെ, ഞാൻ എവിടെ ലോൺ അടിച്ചില്ലേ, നമുക്ക് വീട്ടിന്റെ പണി തുടങ്ങാം. എന്തായാലും ഗൾഫിലൊന്നും പോകാൻ എന്നെ കൊണ്ട് കഴിയില്ലേ? അല്ലെങ്കിൽ നിങ്ങളോട് പറയുമ്പോൾ എന്നെ വേണം പറയാൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ സമ്മതിക്കൂല. എന്റെ വിധി വാടക വീട്ടിൽ നരയിക്കലെന്നെ.